ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഫഹൽ തദ്കുറൂന അഖിലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, നബിയേ, ഇന്നെന്ത് ആവശ്യം പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും അങ്ങന്റെ കൂടെയുണ്ടല്ലോ, അങ്ങനെ സമാധാനിപ്പിക്കുന്നല്ലോ, അങ്ങനെ സന്തോഷിപ്പിക്കുന്നല്ലോ, ഇന്നങ്ങന്റെ കൂടെയുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഫഹൽ തദ്കുറൂന അഖിലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ വിചാരണ നടക്കുന്ന ദിവസമുണ്ടല്ലോ, പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, പടച്ചവന്റെ മഹ്ശറയുണ്ടല്ലോ, ആ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ യാ റസൂലല്ലാഹ്, അങ്ങനെ സഹായിക്കുമോ നബിയേ, അങ്ങനെ കൂടെയുണ്ടാകുമോ നബിയേ, അങ്ങനെ ഓർക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, കൊച്ചു കുട്ടികളുടെ മടിമുടി പോലും നിറച്ചു പോകുന്ന ദിവസമല്ലേ മഹ്ശറ. ഗർഭിണികളായ പെണ്ണുങ്ങളെങ്ങാണ് അന്നത്തെ ദിവസമുണ്ടെങ്കിൽ, ഗർഭിണികളായ പെണ്ണുങ്ങളെങ്ങാണ് അന്നത്തെ ദിവസമുണ്ടെങ്കിൽ ആയിഷ, അവള് പ്രസവിക്കുന്നത് പോലും അറിയില്ല ആയിഷ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അതാ ഓടി ഒളിക്കുന്ന ദിവസമല്ലേ, അന്നല്ലേ എല്ലാവരും കരയുന്നത്, അന്നല്ലേ പടച്ചവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം കാണുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഊ ലഹാ തഗയ്യുദൻ വസഫീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, നരകത്തിന്റെ മലക്കായ മാലിക്കുണ്ടല്ലോ, നരകത്തിന്റെ മലക്കായ മാലിക്കും സംഘവും നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം വലിച്ചു കൊണ്ടുവരികയാ. എങ്ങനെയാ വലിച്ചു കൊണ്ടുവരുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? 70,000 ചങ്ങലകളിലാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തിന്റെ ഒരു ഭാഗത്തെ പടച്ചവന്റെ കോടതിയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നത് 70,000 ചങ്ങലകളിലാണ്. ഓരോ ചങ്ങലയിലും പിടിച്ചിരിക്കുന്ന 70,000 മലക്കുകളാണ്. ലക്ഷക്കണക്കിന് മലക്കുകൾ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് അവന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഈ പ്രസംഗിക്കുന്ന ഞാനുണ്ടല്ലോ, ഈ പ്രസംഗിക്കുന്ന ഞാനുണ്ടല്ലോ, എന്നെ എങ്ങാടും നാളെ നരകത്തിന്റെ മുന്നിലേക്ക് എന്നെ മലക്കുകൾ കൊണ്ടുപോയാൽ ഞാൻ പടച്ചവരോട് പറയുന്നത് എന്തെന്നറിയുമോ? ഞാൻ പടച്ചവരോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാലം പൊന്നുപോലെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എനിക്ക് വേണ്ടി എത്രയോ രാത്രികൾ കാത്തിരുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ ഉമ്മയെ കാണിച്ചിട്ട് പടച്ചവരോട് പറയുമത്രേ, അല്ലാഹുവേ, ഇതെന്റെ ഉമ്മയാണല്ലോ, ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ പൊന്ന് രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്റെ പൊന്നുമോനുണ്ടല്ലോ, അവനെ കാണിച്ചിട്ട് പടച്ചവരോട് പറയുമത്രേ, അല്ലാ, ഇവരെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നെ പൊന്ന് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി
وأمه وأبيه وصاحبته وبنيه. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് ഓടികൊള്ളിക്കുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഫഹൽ തദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ നബിയേ, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ നബിയേ. നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ എന്നെ ഓർക്കുമോ നബിയേ, എന്നെ സഹായിക്കുമോ നബിയേ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, സലാസത്തിന് 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. പടച്ചവന്റെ പരലോകത്ത് 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. നാളെ പടച്ചവന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെത്തിയാൽ നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നടന്നു പോയാൽ, നിന്റെ കൂടപ്പിറപ്പുകൾ നടന്നു പോയാൽ, എന്തിന് നിന്റെ ഭർത്താവായ ഞാനുണ്ടല്ലോ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ആയിഷ നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ, നിന്നെ സഹായിക്കില്ല ആയിഷ, നിന്നെ ഓർക്കില്ല ആയിഷ, നിന്നെ പരിഗണിക്കില്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, അതിലൊന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? അതിലൊന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? ഇൻദൽ മീസാൻ. അത് മീസാനിന്റെ മുന്നിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല നിന്ന് കരയുക. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ആയിഷ കരയണേ? അപ്പൊ പറഞ്ഞു, നബിയെ, ദുനിയാവിൽ വെച്ച് എന്ത് ആവശ്യം പറഞ്ഞാലും എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ അങ്ങ് എന്റെ കൂടെ തന്നെയുണ്ട്, എല്ലാ ആവശ്യങ്ങളും. ഞാൻ നാളെ പടച്ചവന്റെ കോടതിയിൽ കടന്നു വരുമ്പോ അന്ന് എന്റെ കൂടെ ഉണ്ടാകുമോ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, പ്രവാചകന്റെ ഭാര്യയാണല്ലോ, അന്ന് എന്നെ സഹായിക്കുമോ? എന്റെ കൂടെ ഉണ്ടാകും. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിന്റെ വാപ്പ നിന്റെ മുന്നിലൂടെ പോയാലും, നിന്റെ മാതാപിതാക്കൾ പോയാലും, നിന്റെ മക്കൾ പോയാലും, നിന്റെ കൂടപ്പുറപ്പുകൾ പോയാലും, നിന്റെ കൂട്ടുകാർ പോയാലും, നിന്റെ ഭർത്താവായ ഞാൻ പോയാലും ആയിഷ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ സഹായിക്കാനോ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, നാളെ പടച്ചവന്റെ കോടതിയിൽ ആരുമില്ലാത്ത, ആരാരും സഹായിക്കാനില്ലാത്ത ദിവസത്തിൽ രക്ഷപ്പെടുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, പടച്ചവന്റെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? നാളെ പടച്ചവന്റെ മുന്നിൽ വിചാരണ നേരിടാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകനോട്, തന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട്, അല്ലാഹുവിന്റെ സഹാപ്രവാചകനോട് സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ, നാളെ വിചാരണയില്ലാതെ പടച്ചവന്റെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അവനാരെന്നറിയുമോ? അല്ലാഹു പരീക്ഷണം കൊടുക്കുമ്പോൾ, അല്ലാഹു രോഗം കൊടുക്കുമ്പോൾ, അല്ലാഹു വേദനകൾ കൊടുക്കുമ്പോൾ, കച്ചവടം നഷ്ടത്തിലാകുമ്പോൾ, മക്കളുടെ വിവാഹം മുടങ്ങുമ്പോൾ, അവന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ പേമാരി പോലെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിക്കൊണ്ട് ശ്രമിക്കുന്നവരുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.
ഖാല നബിയുനാ റസൂലുള്ളാഹി. ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇത് അള്ളാന്റെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവൻ നാളെ അതിഥിയായി പടച്ചവന്റെ മുന്നിൽ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പനി വന്നു കഴിഞ്ഞ, ഒരു തലവേദന വന്നു കഴിഞ്ഞ, കടങ്ങളായി കഴിഞ്ഞ, മാരക രോഗം വന്നു കഴിഞ്ഞാൽ പറയണ ഒരു വാക്കുണ്ട്, ഞാൻ പള്ളിക്കകത്ത് പോയി തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നു, 5 നേരവും ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാ, എനിക്കിത് തന്നല്ലോ പടച്ചവൻ, പരാതി എനിക്കിത് തന്നല്ലോ എന്ന് നമ്മൾ പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്ഷമിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അത്രേ, അയ്യു മനാസിലുൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു അത്രേ, പടച്ചവനെ, സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ആ അവസരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു അത്രേ, മൂസ, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു കൊട്ടാരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ കൊട്ടാരം ആർക്കുള്ളതാ? സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവനുള്ള പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോ നാട്ടുകാരോട് മുഴുവനും മൈക്ക് കെട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലും പകരം അള്ളാഹിനോട് ദുആ ചെയ്യണം. അത് പടച്ചവന്റെ തീരുമാനം, തട്ടിക്കളയാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഇന്ന് ഈ പ്രസംഗം തീർക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ തളർന്നു വീണുപോയാൽ അത് അള്ളാന്റെ തീരുമാനം, അതിന് തട്ടാൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ബുദ്ധിമുട്ടാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ ഉപദ്രവിക്കുകയാണ്, പച്ചമാംസങ്ങൾ അവർ കുത്തിയെടുക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് സഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? 81 വർഷക്കാലം ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സുഖാഡംബരങ്ങൾക്ക് നടുവില് രാജാവിനെ പോലെ കൊട്ടാരങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞ പ്രവാചകനാണ്. അതാ സുഖങ്ങൾക്ക് നടുവിൽ ജീവിച്ച പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അസൂയ തോന്നിയത്രേ. പടച്ചവരോട് പറയുന്ന അല്ലാഹ്, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹുവേ നിന്നെ മറക്കുമല്ല. 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോയ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പടച്ചവൻ പരീക്ഷിക്കുകയാണ്. ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിക്കുകയാണ്, തന്റെ കെട്ടിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്, തന്റെ ഭാര്യ മക്കൾ മുഴുവനും മരണപ്പെടുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരനുണ്ടല്ലോ, ഇന്നലത്തെ രാജാവുണ്ടല്ലോ, അതാ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനായി നിൽക്കുകയാ. ആ അവസരത്തിലും അയ്യൂബ് നബി പടച്ചവനെ സ്തുതിക്കുകയാ. വീണ്ടും അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഒരു പ്രവാചകനും കൊടുക്കാത്ത മാരക രോഗമാണ് അയ്യൂബ് നബിക്ക് പടച്ചവൻ കൊടുത്തത്. ശരീരങ്ങൾ മുഴുവനും പഴുക്കാൻ തുടങ്ങി, ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കാൻ തുടങ്ങി, ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകാൻ തുടങ്ങി. തന്റെ കുടുംബക്കാരോടുകയാ, തന്റെ നാട്ടുകാരോടുകയാ, തന്റെ ബന്ധുക്കളോടുകയാണ്. എല്ലാവരും അയ്യൂബ് നബിയെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും പുഴുത്തളിയുകയാണ്, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രമാണ് അയ്യൂബ് നബിയുടെ കൂടെയുള്ളത്. അതാ തന്റെ ഭർത്താവിനെയും കൊണ്ട് അയ്യൂബ് നബിയെയും കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ കടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
പടച്ചവര് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പടച്ചവനെ പരീക്ഷിച്ചത് 18 വർഷമാ. 1-2 വർഷമല്ല, 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത്. നടക്കാൻ കഴിയുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുകയാ, ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത വീടുകളിൽ പോയി അതാ കൂലിപ്പണി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അതുകൊണ്ടുള്ള ജീവിതം തന്റെ ഭർത്താവിനെ നോക്കുകയാണ്. 18 വർഷക്കാലം കൊണ്ട് മാരക രോഗം പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം നടക്കാൻ കഴിയാതെ അയ്യൂബ് നബി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുന്നത് കണ്ടപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, 18 വർഷക്കാലമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ, ഒന്ന് പടച്ചവനോടല്ലാ എന്റെ രോഗങ്ങളൊന്ന് ശിഫയാക്കല്ലാ എന്ന് പടച്ചവനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തരുമല്ലോ, പടച്ചവൻ നിങ്ങൾക്ക് ശിഫ നൽകുമല്ലോ. ഒന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് ദുആ ചെയ്തുകൂടെ എന്ന് അയ്യൂബ് നബിയോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന പെണ്ണേ, 81 വർഷക്കാലം പടച്ചവൻ എനിക്ക് സമ്പത്ത് തന്നു, എനിക്ക് അധികാരം തന്നു, എനിക്ക് ഭാര്യമാരെ തന്നു, എനിക്കൊരുപാട് മക്കളെ തന്നു, എനിക്ക് കൃഷിയിടങ്ങൾ തന്നു, പടച്ചവൻ എനിക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് വാരിക്കോരിക്കുന്നല്ലോ. ഒരിക്കലെങ്കിലും അല്ലാഹ് ഇതെന്തിനാണ് തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പെണ്ണേ. പടച്ചവനോട് ദുആ പോലും ചെയ്തില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ശരീരങ്ങൾ മുഴുവനും പുഴുത്തെളിഞ്ഞിട്ട് തന്റെ നാവിൽ വരെ രോഗം വന്നിരിക്കുകയാ. അയ്യൂബ് നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാണ്, അയ്യൂബ് നബി ഇരുന്ന് കരയുകയാ. ശൈത്താന് വല്ലാത്ത സന്തോഷമായി അയ്യൂബ് പരാജയപ്പെടുകയാണ്. ആകാശത്തിന്റെ തിരുമാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എത്രയോ വർഷക്കാലമായി പടച്ചവര്, എത്രയോ വർഷക്കാലമായി പടച്ചവര് എനിക്ക് നീ ഒരു പരീക്ഷണം തന്നിരിക്കുകയാ. എനിക്കതിൽ പരാതിയില്ല പടച്ചവര്, എനിക്കതിൽ വേദനയില്ല പടച്ചവര്, എനിക്കതിൽ ദുഃഖമില്ല പടച്ചവര്. ഇന്നലെ വരെ എന്റെ നാവിനൊരു കുഴപ്പവുമില്ലായിരുന്നു റബ്ബേ. ഇന്നലെ വരെ എനിക്ക് ദിക്ർ പറയാ, ഒരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ഒരു അല്ലാഹു അക്ബർ പറയാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നല്ലാ. ഇന്നെനിക്കതിന് കഴിയുന്നില്ല പടച്ചവര്. അതുകൊണ്ട് നാദാ ഇന്നീ മസ്സനിയൽ ദുർറു അൻത അർഹമുർ റഹീമീൻ. 18 വർഷക്കാലം ശരീരം മുഴുവൻ പുഴുത്തളിഞ്ഞ് ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീട് അത്രയും മോശമായ രീതിയിൽ മാരകമായ രോഗം കൊണ്ട് നടന്നിട്ട് പടച്ചവരോട് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ എന്റെ രോഗം മാറ്റിത്തരണേ അല്ലാ എന്നല്ല പടച്ചവരോട് ദുആ ചെയ്തത്. അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് മഹ്ശറയുടെ ദിവസം, ആരുമില്ലാത്ത ദിവസം, അന്ന് വിചാരണയില്ലാതെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം തന്നാൽ അത് പടച്ചവന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊണ്ട് ശ്രമിക്കുന്നവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ് ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനയും രോഗങ്ങളൊക്കെ തരുമ്പോ അത് അള്ളാന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സുമ്മ യഊദു ഫയുനാദിൽ മുനാദി
അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളിലും പലരും ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് വിളിക്കുന്ന വിഭാഗം ഈ ചന്തവിളക്കാരും ഈ പരിസര പ്രദേശക്കാരെല്ലാവരും പാതിരാത്രിയിൽ കടന്നുറങ്ങുമ്പോ, എല്ലാരും തന്റെ ഈ തണുപ്പുള്ള രാത്രിയിൽ തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് സുഖിച്ചു കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കാരം ഉള്ളവരാണ്, നിസ്കരിക്കുമായിരുന്നു. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു റമളാനിൽ. കാരണം വെട്ടി വിഴുങ്ങാൻ എഴുന്നേക്കുമല്ലോ, രാത്രി എഴുന്നേറ്റ് വല്ലതും തിന്നണ്ടേ. ആ തിന്നണ സമയത്ത് ഈ വർഷമാണല്ലോ 6:45 ആ സമയം വരെ, ഏകദേശം 6:45 വരെ ഏറ്റവും കൂടുതൽ സമയം വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും നേരം പട്ടിണി ഇരിക്കണമല്ലോ, അതുകൊണ്ട് നല്ല പിടിപ്പിക്കാൻ എഴുന്നേക്കുമായിരുന്നു. ആ എഴുന്നേക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ച് 29-ാം രാവിന്റെ അന്ന് നിർത്തിയതാ. പിന്നെ ഇന്ന് വരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിച്ചാൽ നീ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയും? എന്റെ പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 പ്രതിഫലം പറയുന്നു. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവന് കിട്ടുന്ന 5 പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനെ കണ്ടപ്പോൾ അല്ലാഹ് പറഞ്ഞു, നബിയേ, എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ അടിമകളിൽ ചില ആൾക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു നബിയേ. അവൻ എന്നെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ അവനെ കുറിച്ച് മലക്കുകളോട് പറയുന്നുണ്ട് നബിയേ. അവൻ എന്നിലേക്ക് നടന്നു വന്നാ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയേ. അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ചവൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലാ, നീ ഇത്രയും ഇഷ്ടപ്പെടുന്നവരാരാണല്ലാ? അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാ, പടച്ചവൻ സ്നേഹിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ ഇരിക്കുന്ന മജ്‌ലിസിലിരിക്കുന്ന നിങ്ങൾ തീരുമാനിച്ചോ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടോ? പടച്ചവന്റെ സ്നേഹം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണ ഏതെങ്കിലും ഒരു ഉപ്പയോ ഉമ്മയോ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ നീ തീരുമാനിച്ചോ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നു. നീ നിലനിർത്ത്. അല്ലാഹു ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരമില്ലെങ്കിൽ വിചാരിച്ചോ വൺ സൈഡ് പ്രണയമായിട്ട് നടക്കുക ഒരു കാര്യമില്ലെന്ന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അല്ലാഹു സലാം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോ അള്ളാനെ കണ്ടുകൊണ്ട് സലാം അടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ 2 കാര്യം പറഞ്ഞു. അതിലെ മൂന്നാമത്തെ കാര്യം, ആ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യം, തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ അള്ളാനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവന്റെ കോടതിയിൽ എല്ലാവരുടെ തലയും താഴ്ന്നു നിൽക്കും. ആദം നബി വരെ കരയുക. ആദം നബി കരയുക. എന്തിനാ കരയണേ? ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന
വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. നബിയും തന്റെ ഭാര്യയും സൃഷ്ടിച്ചിട്ട് പടച്ചവൻ പറഞ്ഞു, ആദവേ ആ കാണുന്ന മരത്തിന്റെ അടുക്ക മാത്രം പോകല്ലോ. ആദം നബി പോയി, അതിന്റെ പേര് ഇരുന്ന് കരയുക. നൂഹ് നബി ഇരുന്ന് കരയുക. 950 വർഷം ദഅവത്ത് നടത്തി. എന്നിട്ട് തന്റെ ഭാര്യയെയും മോനും പോലും മുസ്ലിമാക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് കരയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുന്നത്, ഒരു പ്രവാചകൻ കള്ളം പറയാൻ പാടില്ല, ജീവിതത്തിൽ 3 കള്ളം പറഞ്ഞു, അതിന്റെ പേരിൽ കരയുക. മൂസാ നബി അലൈഹിസ്സലാം ഒരുത്തനെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു, ഒരു കൊല ചെയ്തവനാ, അതിനെക്കുറിച്ച് ഓർത്ത് കരയുക. ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ അന്ന് വിഷമിച്ചിരിക്കുക. എല്ലാരും കരയുന്ന ദിവസം, എല്ലാരും ദുഃഖത്തിൽ നിൽക്കുന്ന ദിവസം, 2 വിഭാഗത്തിന്റെ തല മാത്രം ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യം പറഞ്ഞു തരാൻ ചെയ്യൂ. 2 കാര്യം പറഞ്ഞു തരാൻ ചെയ്യൂ. ചെയ്ത നാളെ അവിടെ വെച്ച് തല ഉയർന്നവരായി കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരികൾക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, ആണുങ്ങൾക്ക് 2 കാര്യവും ചെയ്യും. സഹോദരിമാർക്ക് 1 കാര്യം, ആണുങ്ങൾക്ക് 2 കാര്യം. ഇൻഷാ അല്ലാഹ് ചെയ്യില്ലേ? ചെയ്യാന്നുള്ളവരൊന്നും കൈപൊക്കിക്ക്. നിങ്ങൾ പൊക്കണ്ട, താത്തിട്ടാണ്. 1, ഇനിയിപ്പം ഉസ്താദ് കൈവെക്കുന്നത്, ഉസ്താദ് പെണ്ണുങ്ങളെ കൊണ്ട് കൈവെക്കുക, ഒന്നാമത്തെ വിവാദമാണ് കൈവെക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 1ാമത്തെ കാര്യം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ചവന്റെ കോടതിയിൽ തല ഉയർന്നു നിൽക്കുന്ന 1ാമത്തെ വിഭാഗം, അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ നട്ടുച്ച സമയത്ത് നിസ്കരിക്കുക അവനെ കൊണ്ടും പറ്റും. ഒന്ന് ആലോചിക്കുക, പള്ളിയിലെ ഉസ്താദ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില മഹാന്മാർ കയറി വരും. ഏറ്റവും 1:30 ആവാറാകുമ്പോഴായിരിക്കും വരുന്നത്. തോളിന്റെ മുകളിൽ കൂടെ ചാടി കയറി അവസാനം ഫ്രണ്ടിൽ സഫി വന്നിട്ട് ഇവനൊരു കൈകെട്ടുണ്ട്. ഇവൻ കെട്ടിനുണ്ടാ വിചാരിക്കുക അർശിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നവനെ. 4 പേര് കാണാനുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നിസ്കാരങ്ങളൊക്കെ വന്ന് കാണണം. അല്ലാഹുവേ, എന്തൊരു ഭവ്യതയോടുകൂടി ഹൗഫും ഖുശൂഉം ഒക്കെ അവനത് എല്ലാം ഒരുമിച്ച് കിട്ടിയവരെ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടുച്ച സമയത്ത് കയറി നിസ്കരിക്കാം, പകലൊക്കെ നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. പക്ഷെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച കൂടെ കിടക്കണ ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പോലും ചിലപ്പോൾ അറിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പോലും അറിയില്ല നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. ആ പാതിരാത്രിയിൽ നീ എഴുന്നേറ്റ് പടച്ചവനെ ഓർത്ത, ആരും സഹായിക്കാനില്ലാത്ത ദിവസം നിന്നെ അല്ലാഹ് ഓർക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരുടെ ചാൻസ് കഴിഞ്ഞ് ഇത് ഒരു കാര്യമേ ഉള്ളൂ, നിത്യമായിട്ട് ചെയ്യുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്തായിരിക്കും അറിയൂ? താത്താമാർക്ക് ചെയ്യാൻ പറ്റൂല, കാക്കാമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താ ഒരു കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരാളുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പള്ളിയിലെ ഖത്തീബല്ല. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരെന്നറിയോ? ഈ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ ഒരാളും പരിഗണിക്കൂല. കാണുന്നവനും വരുന്നവനും പോകുന്നവനൊക്കെ നെഞ്ചത്ത് കയറുന്ന ഒരു പാവപ്പെട്ടവനുണ്ട്. ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ 5 നേരവും ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, അവന്റെ തലനാളെ പടച്ചവന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പാവം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുകയാണ്. ഓരോ പാവം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തു വീഴുകയാ. പാപങ്ങൾ അധികരിക്കുന്നതനുസരിച്ച് ഹൃദയങ്ങൾ കറുക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ കറുത്തുപോയത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ 10-18 വർഷക്കാലം പൊന്നുപോലെ തന്റെ പൊന്നുമക്കളെ വളർത്തുകയാ. വളരെ വളരെ ആഗ്രഹത്തോടുകൂടി മോഹത്തോടുകൂടി വളർത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നാട്ടുകാരുടെ മുന്നിൽ കരയാൻ വിളിച്ചിട്ട് ഇറങ്ങിയോടുകയാ. തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങിയോടുന്ന മുസ്ലിം പെണ്ണി സമുദായത്തിൽ ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അതാ
പാപപ്പെട്ട 2-3 പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തന്റെ പൊന്നുമക്കളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് കാമുകന്റെ കൂടെ ജീവിക്കാനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കണേ. മൃഗങ്ങളെക്കാല് വൃത്തികെട്ടവരെ പോലെ എന്റെ പ്രിയപ്പെട്ട സമുദായം ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത് ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ കണ്ണൂപ, എന്റെ പ്രിയപ്പെട്ടവരെ, പൊന്നാനിക്കടുത്തൊരു സ്ഥലമുണ്ട്. ഒരു പ്രിയപ്പെട്ട 18 വയസ്സുള്ള പെങ്ങളുണ്ടല്ലോ, മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുകയാണ്. വാപ്പയതാ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ്. അവസാനം കോടതിക്കകത്തേക്ക് ആ 18 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങളോട് കോടതി ചോദിച്ചുവത്രേ, മോളെ നിനക്ക് നിന്റെ ഉപ്പയുടെ കൂടെ പോയിക്കൂടെ? 18 വയസ്സുള്ള പൊന്നുമോളോട് കോടതി ചോദിച്ചുവത്രേ, മോളെ നിനക്ക് നിന്റെ വാപ്പയുടെ കൂടെ പോകണോ അതോ നിന്റെ കാമുകന്റെ കൂടെ പോകണോ? അവസരത്തിൽ ആ പെണ്ണ് പറയുന്നു, എന്റെ ഉപ്പയുടെ കൂടെ പോകാൻ എനിക്ക് പേടിയാ, എന്റെ ഉപ്പ എന്നെ പീഡിപ്പിക്കുമെന്ന് എനിക്ക് ഭയമെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, 18 വർഷക്കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് അതാ ഉപ്പ പീഡിപ്പിക്കുമെന്ന് പോലും പറയുന്നുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ ഇത്ര അധപ്പതിക്കാൻ കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നടറോഡിൽ നിന്ന് ഉമ്മ വെക്കുന്നത് കാണാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോലും അതാ കൊച്ചിയിലേക്ക് പോയ എത്രയോ ചെറുപ്പക്കാരുണ്ട് പൊന്നുമക്കളെ. അതുകൊണ്ട് എന്റെ പൊന്നുമോരേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ കോടതിയിലേക്ക് നീ കയ്യുയർത്തി ദുആ ചെയ്താൽ, നീ തൗബ ചെയ്താൽ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും പടച്ചവന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താ അല്ലാഹു സ്വീകരിക്കും മോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചവനായിരിക്കാം, വിചരിച്ചവനായിരിക്കാം, പലിശ തിന്നവനായിരിക്കാം, എത്രയോ കുടുംബങ്ങൾ തകർത്തവനായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ച പെങ്ങള് നിനക്ക് അബദ്ധം പറ്റിയിരിക്കാം, കാമുകന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കാം, നമസ്കാരങ്ങളെ മുഴുവനും കളാക്കിയിരിക്കാം, അഹങ്കാരികളെ പോയി ജീവിച്ചിരിക്കാം. പൊന്നുമോളെ, നിനക്ക് ഇന്നത്തെ ദിവസം തൗബ ചെയ്യാനുള്ളതാണ്, നിനക്ക് തൗബ ചെയ്യാനുള്ളതാ. പാതിരാത്രിയിൽ വീട്ടിൽ പോയിട്ട് വെളുപ്പെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് തൗബ ചെയ്യുമോളെ. ഇത് പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാര് പറയും, ഉസ്താദ് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി, എനിക്കല്ല പുറത്തു തരില്ല, എനിക്ക് പടച്ചവന് പുറത്തു തരില്ല, എന്റെ പാപങ്ങൾ അധികരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുപോലെ നിന്നെക്കാളും എത്രയെത്രയോ കുടുംബാദികൾക്ക്, എത്രയെത്രയോ അപരാധികൾക്ക് പടച്ചവൻ പുറത്തു കൊടുത്തടാ. 100 കൊല ചെയ്തവന് പോലും അല്ല പുറത്തു കൊടുത്തില്ലേ? 100 കൊല ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. ആ പൊന്നുമോനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നായകൻ ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്തിനാ നീ കരയുന്നത്? ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ടും മാറുന്നില്ലല്ലോ, എത്രയോ നാളുകൾ കൊണ്ട് നിന്ന് ദുആ ചെയ്യുകയാണ്. അവസരത്തിൽ ആ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ നായകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്ത് പാപമാണ് ചെയ്തത്, എന്ത് തെറ്റാണ് നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുളിപ്പിച്ച് മയ്യത്ത് കബറടക്കാൻ ഞാനും കൂടും നബിയേ. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് കബറടക്കുകയാണ്. അതാ കബറിനകത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ വാരി എറിഞ്ഞിട്ട് കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ, യാ റസൂലല്ലാഹ്, കബറിന്റെ ഭാഗത്ത് ഞാനൊരടയാളം വെക്കും നബിയേ. അന്ന് കബറടക്കിയ കബറിന്റെ ഭാഗത്തൊരടയാളം വെക്കുകയാ, എന്നിട്ട് മടങ്ങി പോവുകയാണ്. പാതിരാത്രി എത്തിക്കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടാ ചെറുപ്പക്കാരൻ പറയുകയാ, അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാണ്, അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാ. എന്നിട്ടതാ പച്ച മണ്ണങ്ങ് വെട്ടുമാറ്റുകയാ, കബറങ്ങോട്ട് മാറ്റുകയാണ്, കബറങ്ങോട്ട് മാറ്റുകയാണ്, പലകകൾ എടുത്ത് മാറ്റുകയാ. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അങ്ങ് മോഷ്ടിക്കുകയാ. ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഓരോന്നായും അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് കബറങ്ങ് മൂടുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴുകി ശുദ്ധിയാക്കി അതാ പിറ്റേ ദിവസം കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ യാ റസൂലല്ലാഹ് നഗ്നരായി കിടക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരണ്ടുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കുകയാണ്. പൊന്നുമോനെ, തൗബ ചെയ്യ് പൊന്നുമോനെ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ് പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇരുന്ന് കരയുകയാ. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തിയ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്, എന്തിനാ മോനെ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനെക്കാളും ഒരു കൊടും പാപം ചെയ്തു നബിയേ. അല്ലാഹു പുറത്തു തരാത്ത ഒരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്ത് പാപമാ മോനെ ചെയ്തത്, എന്ത് അപരാധമാ ചെയ്തത്? ആ അവസരത്തിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ നാട്ടില് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ നാട്ടിലൊരു സുന്ദരിയായ ഒരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന സുന്ദരിയായ ഒരു യുവതി മരിച്ചു നബിയേ. മയ്യത്ത് കുളിപ്പിക്കുകയാണ്, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ആ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കി വെച്ചത് ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ. എന്റെ കൈകൊണ്ടാണ് മയ്യത്ത് ഇറക്കി വെച്ചത്. കബറിന്റെ മുകളിലേക്ക് പലകയിൽ വെച്ച് മണ്ണ് വിട്ട് മോടിയിട്ട് മീസാങ്കല്ലും നട്ടിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങുമ്പോ യാ റസൂലല്ലാഹ്, ആ കബറിന്റെ ഭാഗത്തൊരടയാളം വെച്ചു നബിയേ.
ഖബറിന്റെ ഭാഗത്ത് അടയാളം വെക്കുകയാണ്. എന്നിട്ട് മടങ്ങി വരികയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഇറങ്ങിക്കുടിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ. എന്നിട്ട് അടയാളം വെച്ച ഖബറിന്റെ പുറത്തേക്ക് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ഭാഗത്ത് പോയിട്ട് മണ്ണങ്ങോട്ട് മാന്തുകയാണ്. ആ മൂടിയ ഖബറങ്ങോട്ട് മാന്തുകയാ. എന്നിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. ആ പെണ്ണിന്റെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു മാറ്റുകയാ. ഖബറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഖബറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഖബറങ്ങ് മൂടുകയാ. എന്നിട്ട് പള്ളിക്കാട്ടിലൂടെ കുറച്ചങ്ങോട്ട് നടക്കുകയാ. കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശരീരത്തിൽ ഒരു തുള്ളി വസ്ത്രം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കടന്നു വരികയാ. ആ ശരീരം ഓർമ്മ വരികയാ. ആ ചെറുപ്പക്കാരൻ മടങ്ങി വന്ന്, ചെറുപ്പക്കാരാ, ഖബറിനടുക്കലേക്ക് മടങ്ങി വന്നിട്ട് ആ ഖബർ വീണ്ടും അങ്ങോട്ട് മാന്തുകയാണ്. വീണ്ടും രണ്ടാമതും ഖബറങ്ങ് മാന്തുകയാ. എന്നിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ വികാരം തോന്നിയിട്ട് മരിച്ചു കിടക്കുന്ന മയ്യിത്തായ ആ പെൺകുട്ടിയുടെ ശരീരത്തിനെ ഖബറിനകത്തിട്ട് വ്യഭിചരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് മരിച്ചു കിടന്ന മയ്യിത്തിനെ ഖബറ് മാന്തിയിട്ട് ആ പെണ്ണിനെ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തളർന്നു പോവുകയാ. പ്രവാചകന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നബിയേ ഫഹലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ല എന്റെ തൗബ സ്വീകരിക്കുമോ നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ, എന്റെ പൊന്നുമോനെ, ഇതുപോലെ ഒരു പാപം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഒരു പാപം നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നബിയേ എന്റെ ദാസന്മാരോട് പറ നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ അനീതി ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ, പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ നബിയേ എന്ന് പടച്ചവന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കടന്ന് വ്യഭിചരിച്ച മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാവണമെങ്കിൽ നന്നായിക്കോ പൊന്നുമോനെ. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാവോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ വരെ നീ സീരിയൽ കണ്ടവളായിരിക്കാം, ഇന്നലെ വരെ ജമാഅത്ത് നമസ്കാരം 5 നേരത്തെ വഖ്ത് നിസ്കാരം കളാക്കിയവരായിരിക്കാം, ഖുർആൻ ഓതാത്തവളായിരിക്കാം, തലമറയ്ക്കാത്തവളായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കാം. പൊന്നുമോളെ, ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാ. നന്നാവണമെങ്കിൽ നന്നായിക്കോ. വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് അല്ലാഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒന്നാനാകാശത്തിൽ വന്ന് പടച്ചവൻ ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാ. ചോദിക്കുന്നവന് പുറത്തു കൊടുക്കാൻ, പശ്ചാത്തപിക്കുന്നവന് പുറത്തു കൊടുക്കാൻ. പാതിരാത്രി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്നുകൊണ്ട് പടച്ചവരോട് പറമോളെ, അല്ലാഹുവേ, തെറ്റുപറ്റി പടച്ചവരെ, തെറ്റുപറ്റി പടച്ചവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവരോട് തൗബ ചെയ്യാൻ തീരുമാനിച്ചോ. പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ ചെറുപ്പക്കാരാ. നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കല്ലേ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവല്ലേ, ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവല്ലേ. കാസർഗോഡ് ജില്ലയിൽ ഹംസ എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് 11 വർഷമായി.
വർഷമായി മക്കളില്ലാതെ എല്ലാ മജ്‌ലിസും ദുആ ചെയ്യുകയാണ്, എല്ലാ മജ്‌ലിസിലും സദഖ തന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. അവസാനം വർഷങ്ങൾ കാത്തിരുന്നിട്ട് തനിക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാവുകയാ, പൊന്നുപോലെ കൊണ്ടു നടക്കുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്, ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാ. ആ ഹംസ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ 11 വർഷക്കാലം പടച്ചവരോട് ദുആ ചെയ്ത് എത്രയോ ഉസ്താദന്മാരുടെ ദുആയുടെ ബർക്കത്തായി തനിക്ക് കിട്ടിയ പൊന്നുമോളെ കയ്യിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ വലത് ചെവിയിലെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലത് ചെവിയിലെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ബാങ്ക് വിളിച്ച പകുതിയായപ്പോ തന്റെ ഉമ്മയോടും ബന്ധുക്കളോടും പറയുകയാ, ഈ കുഞ്ഞിനെ വന്ന് പിടിക്കണേ, എന്റെ ശരീരം തളരുകയാ, എന്റെ ശരീരം തളരുകയാ. കുഞ്ഞിനെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് കസേരയിലേക്ക് ഇരുന്നതാ ആ ചെറുപ്പക്കാരൻ ഇന്ന് കബറിന്റെ അടിയിലാ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. തനിക്ക് കിട്ടിയ പൊന്നുമകളുടെ ചെവിയിലിന്ന് ബാങ്ക് വിളിക്കാൻ പോലും സമയം കിട്ടാതെ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, അഹങ്കാരിയെ പോലെ നടക്കല്ലേ പൊന്നുമോനെ, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.